ഇരുണ്ട സ്ഥലങ്ങൾ, പക്ഷെ അവിടെ ലൈറ്റ് ഉണ്ടാവും, ജനലുണ്ടാവും, എന്നിരുന്നാലും അവിടെ ഒരു ഡാർക്ക്നെസ് ഫീൽ ചെയ്യും. ഇത്രയും ചെരുപ്പുകൾ ഉണ്ടാകുമ്പോൾ നമ്മളത് ഉപയോഗിക്കാതെ ഒരു 6 മാസത്തോടെ വെക്കുക. അതിലും ഈ അൺവാണ്ടഡ് എനർജി കയറി നിൽക്കാനുള്ള സാധ്യതയുണ്ട്. നാരങ്ങ എന്ന് പറഞ്ഞൊരു സാധനം, അത് അത്രയും പവറായിട്ടുള്ള ഒരു വസ്തുവാണ്. അതുകൊണ്ട് തന്നെയാണ് നാരങ്ങ മാലയൊക്കെ. അപ്പോൾ ഈ നാരങ്ങയ്ക്ക് നാരങ്ങ കല്ലുപ്പ്, ഇത് ഭയങ്കര നെഗറ്റീവ് എനർജി, ദുർഗന്ധം വരും. ചിലപ്പോൾ ഈ കല്ലുപ്പിന് കളർ മാറ്റം സംഭവിക്കും. കളർ മാറ്റം, ഒരു ബ്രൗണിക്, അങ്ങനെ ആരും തൊടാത്ത രീതിയിൽ അതുകൊണ്ട് കളയാം. പിന്നെ പക്ഷെ ഇതൊക്കെ ചെയ്തിട്ടും ഒരു നെഗറ്റീവ് ഫീൽ അല്ലെങ്കിൽ ആ നെഗറ്റിവിറ്റി അവിടെ തന്നെ ഉണ്ട് എന്നിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യണം? മഹാവിഷ്ണുവിൻ്റെ സാന്നിധ്യം അതിലുണ്ട്. അതുകൊണ്ട് നമുക്ക് വെൽത്ത് അട്രാക്ഷന് വേണ്ടിയിട്ട് നമ്മുടെ സഹസ്രനാമങ്ങൾ പോലുള്ളത്, അല്ലെങ്കിൽ ചാൻഡിങ്, ഓം മന്ത്രാസ്, ഓം മണി പത്മേഹം എന്നുള്ള ടിബറ്റൻ മന്ത്രമാണ്. പലപ്പോഴും ഞാൻ കേട്ടിട്ടുണ്ട് എല്ലാ പ്രശ്നങ്ങളുടെയും തുടക്കം വീടുകളിൽ നിന്നാണെന്ന്. ചിലപ്പോൾ ചില തറവാട്ട് വീടുകളാകാം, അല്ലെങ്കിൽ പുതിയതായിട്ട് വെക്കുന്ന വീടാകാം. ഈ വീട് മാറുന്ന സമയങ്ങളിലായിരിക്കും ചില പ്രശ്നങ്ങൾ വരുന്നത്. അങ്ങനെ ഈ വീട്ടിൽ നിന്നും ഉണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് എന്തെങ്കിലും പരിഹാരങ്ങൾ കണ്ടെത്താൻ കഴിയുമോ? പരിഹാരം ഉണ്ട്, തീർച്ചയായിട്ടുണ്ട്. അതായത് നമ്മളിപ്പോൾ വീട് എന്ന് പറയുമ്പോൾ ഭൂമിനെ എടുക്കുകയാണെങ്കിൽ, ഇപ്പോൾ സർപ്പങ്ങളുടെ ഭൂമി, അത് സർപ്പങ്ങളായിരിക്കും അതിൻ്റെ അധിപന്മാർ. അതേപോലെ തന്നെ എന്താ പറയുക, ബ്രാഹ്മണിക്കലായിട്ടുള്ള, പണ്ട് ബ്രാഹ്മിൻസ് താമസിച്ചിരുന്ന, അത് അവർ കൈമാറ്റം ചെയ്തു വന്നു. അങ്ങനെ പലതരത്തിൽ കാറ്റഗറൈസിങ് ഉണ്ട്. ചിലപ്പോൾ ദുരാത്മാക്കളുടെ ഭൂമിയാവാം, ചിലപ്പോൾ ശ്മശാനം ആവാം, അങ്ങനെയൊക്കെ. അത് നമ്മുടെ കയ്യിൽ ആ പ്രോപ്പർട്ടി കിട്ടുന്ന സമയത്ത് നമുക്കറിയില്ല. നമ്മൾ ഏതെങ്കിലും ബ്രോക്കർമാരോ ആരെങ്കിലും ആയിരിക്കും നമുക്ക് ഈ ഭൂമി തരുന്നത്. നമുക്കപ്പോൾ അത് പെട്ടെന്ന് നോക്കിയാൽ കണ്ടോളണം, അറിഞ്ഞോളണമെന്നില്ല. അപ്പോൾ ഈ വീട്ടിലുള്ള നെഗറ്റീവ് പ്രസൻസ് ഒഴിവാക്കാൻ വേണ്ടി നമുക്ക് ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ തന്നെ നമുക്കത് ഒഴിവാക്കാനായിട്ട് പറ്റും. ഞാനത് പല ആൾക്കാർക്കും പറഞ്ഞു കൊടുക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അത് കോമൺ ആയിട്ട് എല്ലാവർക്കും, അത് വലിയ ചിലവോ കാര്യങ്ങളൊന്നും ഇല്ലാത്ത രീതിയിൽ പറഞ്ഞു കൊടുക്കാം. അതായത് നാരങ്ങ എന്ന് പറഞ്ഞൊരു സാധനം, അത് അത്രയും പവറായിട്ടുള്ള ഒരു വസ്തുവാണ്. അതുകൊണ്ട് തന്നെയാണ് നാരങ്ങ മാലയൊക്കെ മൂർത്തികൾക്ക് ചാർത്തുന്നതും അതുമൊക്കെ. അപ്പോൾ ഈ നാരങ്ങ കല്ലുപ്പ്, ഇത് ഭയങ്കര നെഗറ്റീവ് എനർജി സക്ക് ചെയ്തെടുക്കുന്ന, അതായത് മാറ്റാൻ, ക്ലെൻസിങ് പ്രൊഡക്ട്സ് ആണിത് രണ്ടും. അപ്പോൾ ഇത് ചെയ്യുന്നത് നമ്മുടെ വീട്ടിൽ നെഗറ്റീവ് എനർജി പ്രസൻസ് ഉണ്ട് എന്ന് നമുക്ക് തോന്നുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നത്, നമ്മുടെ വീടിൻ്റെ 4 മൂലയ്ക്ക്, അതായത് നാരങ്ങ എന്നുള്ളത് 2 കഷ്ണമാക്കാൻ പറ്റും. നമുക്കതിന് സർക്കിൾ ചെയ്തിട്ട് കട്ട് ചെയ്തിട്ട് 2 കഷ്ണമാക്കുക. 4 കഷ്ണം, 2 നാരങ്ങ എടുത്ത് 4 കഷ്ണം പീസ് കിട്ടും നമുക്ക്. അപ്പോൾ അതിന് കല്ലുപ്പ്, ഒരു ഗ്ലാസ് ബൗളിൽ കല്ലുപ്പ് ആക്കിയിട്ട് അതിൻ്റെ മേലെ ഇത് ഓപ്പൺ ചെയ്തിട്ട് നമ്മുടെ വീടിൻ്റെ ടോട്ടൽ 4 റൂമിൻ്റെ അല്ല, ടോട്ടൽ 4 കോർണറിൽ നമുക്കത് വെക്കുമ്പോൾ ഇതിൻ്റെ കളർ മാറി വരും. നമുക്കത് കളർ മാറുക പറഞ്ഞാൽ ചിലപ്പോൾ ഒരു മണ്ണിൻ്റെ കളറാവും. സാധാരണ അത് വാട്ടം തട്ടും അത് ആവും. ചിലപ്പോൾ അതിനൊന്നും സംഭവിക്കാറില്ല, അതപ്പോൾ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല എന്നത്. അങ്ങനെ പെട്ടെന്ന് ചിലപ്പോൾ നാരങ്ങയുടെ അല്ലാത്ത ദുർഗന്ധം വരും. ചിലപ്പോൾ ഈ കല്ലുപ്പിന് കളർ മാറ്റം സംഭവിക്കും. കളർ മാറ്റം, ഒരു ബ്രൗണിക്, അങ്ങനെ ചിലപ്പോൾ ചളിയുടെ കളറായി മാറും. അത് നെഗറ്റീവ് എനർജി അബ്സോർവ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്നത്. അപ്പോൾ ഇതിനെ നമ്മൾ നേരെ മറ്റുള്ള ആൾക്കാരുടെ കാല് തൊടാത്ത ഭാഗത്ത് ഒന്നെങ്കിൽ വെള്ളത്തിൽ ഒഴുക്കി കളയാം, അല്ലെങ്കിൽ സിങ്കിൽ ഒഴിച്ചിട്ട് നമുക്കതിന് ആർക്കും അലിപ്പിച്ച് കളയാം. നാരങ്ങയാണെന്നുണ്ടെങ്കിൽ ഡസ്റ്റ്ബിന്നിൽ എവിടെയെങ്കിലും ആരും തൊടാത്ത രീതിയിൽ അതുകൊണ്ട് കളയാം. പിന്നെ ഈ എള്ളെണ്ണ എന്ന് പറയും, ജിഞ്ചിലി ഓയിൽ എന്ന് പറയും. ഇപ്പോൾ സാധാരണ വിളക്കെണ്ണ എന്ന് പറഞ്ഞ് കടയിൽ കിട്ടുന്നത് പലതും നമുക്കിപ്പോൾ ഉപയോഗിക്കാൻ പറ്റാത്ത, അതിൻ്റെ കാര്യങ്ങൾ അറിയാമല്ലോ. അതല്ലാതെ എള്ളെണ്ണ വാങ്ങിച്ചിട്ട് ദീപം 2 നേരവും തെളിയിക്കുന്നത് അതിന് അവിടെ പ്രത്യേക തരത്തിലുള്ള അന്തരീക്ഷം ശുദ്ധീകരിക്കാൻ വേണ്ടി നല്ലതാണ്. പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കർപ്പൂരം എന്ന് പറഞ്ഞാൽ പച്ചക്കർപ്പൂരമാണ് മെയിനായിട്ട് നോർമൽ കർപ്പൂരം കുഴപ്പമില്ല. പക്ഷെ എന്നിരുന്നാലും പച്ചക്കർപ്പൂരത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മഹാവിഷ്ണുവിൻ്റെ സാന്നിധ്യം അതിലുണ്ട്. അതുകൊണ്ട് നമുക്ക് വെൽത്ത് അട്രാക്ഷന് വേണ്ടിയിട്ട് നമ്മുടെ പേഴ്സുകളിൽ പച്ചക്കർപ്പൂരത്തിൻ്റെ ഫ്ലെക്സ്, അതായത് ക്യാപ്സ്യൂൾ രൂപത്തിലുള്ളതല്ല, ഫ്ലെക്സ് ആയിട്ട് കിട്ടും. അത് അങ്ങാടിക്കടകളിലൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ കിട്ടും. അത് നമ്മുടെ ഇതിൽ പേഴ്സിൽ, പോക്കറ്റിൽ, വാലറ്റിലൊക്കെ വെക്കുന്നത് മഹാവിഷ്ണുവിൻ്റെ സാന്നിധ്യം ഉണ്ടാക്കാൻ ഓട്ടോമാറ്റിക്കലി അവിടെ ലക്ഷ്മി ദേവിയും വരും. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട്, അപ്പോൾ ഇവർ അവിടെ ഉണ്ടാകുമ്പോൾ ഈ നെഗറ്റീവ് എനർജീസിന് നിൽക്കാൻ പറ്റില്ല. അപ്പോൾ അത് വീട്ടിൽ കത്തിക്കുകയല്ല ഉദ്ദേശിക്കുന്നത്, അത് പുകയ്ക്കാൻ പറ്റും. അതിപ്പോൾ ആമസോണിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അത്
പുകയ്ക്കുന്ന തരത്തിലുള്ള ഒരു നമ്മളിപ്പോൾ ഈ ഗുഡ് നൈറ്റ് ഒക്കെ കത്തിക്കുക നമ്മുടെ ഇതുണ്ടല്ലോ അതുപോലത്തെ സാധനം കിട്ടും. അതിൽ വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഇങ്ങനെ ബേണായിട്ട് അതായത് ഫയർ അല്ല ബേണിംഗ് ആയിട്ട് അതിങ്ങനെ അതിൻ്റെ സ്മെല്ല് ഫുള്ളായിട്ട് എത്തും. അത് അവിടെ അന്തരീക്ഷത്തിന് നല്ല എനർജി കിട്ടും. പിന്നെ സൗണ്ട് എനർജി എന്ന് പറഞ്ഞ് ബെല്ലുണ്ടല്ലോ, ബെല്ല് സൗണ്ട് നമ്മൾക്ക് ഹാങ്ങിങ് ബെൽ, അത് വെച്ച് അവിടെ ഇത് അതിനാണ് അമ്പലത്തിലൊക്കെ ഇത്രയും നല്ല, അതവിടെ എപ്പോഴും സദാ ഇതിൻ്റെ സൗണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. നാദം എന്നുള്ളതിന് വളരെ പ്രാധാന്യമുണ്ട്. അപ്പോൾ അത് നമ്മുടെ വീട്ടിൽ ഹാങ് ചെയ്തിട്ട്, ഇപ്പോൾ നമ്മൾ സാധാരണ കോളിംഗ് ബെല്ലൊക്കെ ഉപയോഗിക്കുന്നതിന് പകരം ആ ബെല്ല് അവിടെ കെട്ടിത്തൂക്കി അത് ഹാങ് ചെയ്യുന്നത്, അതവിടെ അടിക്കുന്നത് നല്ലതാണ്. അതിങ്ങനെ എല്ലാ റൂമിലും കൊണ്ട് അതിങ്ങനെ അതിൻ്റെ സൗണ്ട് ഉണ്ടാക്കിക്കൊണ്ട് നടക്കുന്നത് ഈ നെഗറ്റീവ് എനർജീസിന് അവിടെ നിൽക്കാൻ പറ്റില്ല. അത് അങ്ങനെ ചെയ്യാം. പിന്നെ ചെയ്യാവുന്ന രീതി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സഹസ്രനാമങ്ങൾ പോലുള്ളത്, അല്ലെങ്കിൽ ചാൻഡിങ് ഓം മന്ത്രാസ്, ഓം മണി പത്മേഹം എന്നുള്ള ടിബറ്റൻ മന്ത്രമാണ് ഓം മണി പത്മേഹം എന്നുള്ളത്. അതൊക്കെ ചാൻഡ് ചെയ്യുന്നത് നമുക്ക് അന്തരീക്ഷ ശുദ്ധിക്ക് വേണ്ടിയിട്ട് നമുക്ക് ബ്ലൂടൂത്തൊക്കെ ഇപ്പോൾ നല്ല അവൈലബിൾ ആണ്. അതിൽ കണക്ട് ചെയ്തിട്ട് രാവിലെയും വൈകുന്നേരവും ഇത് അവിടെ പ്ലേ ചെയ്യുന്നത് ഇവർക്ക് പോകാൻ വേണ്ടിയിട്ട് നല്ലതാണ്. പിന്നെ പെയിൻറ്റിങ് ഒക്കെ മാറ്റുക. പെയിൻറ്റിങ് മാറ്റുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെല്ലാ വീട്ടിലത്തെ എല്ലാ സാധനങ്ങളും എടുത്ത് പുറത്ത് വയ്ക്കും. പുറത്ത് വെച്ചിട്ടായിരിക്കും ഈ വീട് ക്ലെൻസ് ചെയ്യുന്നതും പെയിൻറ്റ് ചെയ്യുന്നതും. അത് കഴിഞ്ഞ് പെയിൻറ്റ് ചെയ്തിട്ട് ഈ സാധനങ്ങളൊക്കെ തിരിച്ച് വയ്ക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ എന്ത് ചെയ്യുക, ഈ അന്തരീക്ഷ ശുദ്ധി വരുത്തുക. ബെല്ല്, ടിബറ്റൻ ബൗൾ എന്ന് പറഞ്ഞ സാധനം, മ്യൂസിക് ബൗൾ എന്നൊക്കെ കാണാനായിട്ട് ഇപ്പോൾ എല്ലാവർക്കും കണ്ടറിയാം. ഇങ്ങനെ ഒരു വലിയൊരു പാത്രം അതിങ്ങനെ അത് വാങ്ങിയിട്ട് അത് ചെയ്തിട്ട് ഈ സാധനങ്ങൾ വെക്കുമ്പോഴേക്കും പിന്നെ ഈ സംഭവം ഉള്ളിലേക്ക് വരില്ല. മനസ്സിലായോ? അപ്പോൾ അങ്ങനെ അന്തരീക്ഷ ശുദ്ധി വരുത്തുന്നത് ഏറ്റവും നല്ലതാണ്. ഇതൊക്കെ നമുക്ക് എന്താ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ സാധാരണയായിട്ട് ഒരാൾക്ക് അയാളുടെ വീട്ടിൽ തന്നെ ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണ്, പലരും ചെയ്യുന്ന കാര്യങ്ങളാണ്. പക്ഷെ ഇതൊക്കെ ചെയ്തിട്ടും ഒരു നെഗറ്റീവ് ഫീൽ അല്ലെങ്കിൽ ആ നെഗറ്റിവിറ്റി അവിടെ തന്നെ ഉണ്ട് എന്നിട്ട് തോന്നുന്നുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യണം? ആ നെഗറ്റിവിറ്റി അത്രയ്ക്കും പ്രശ്നം. ഇതൊക്കെ ചെയ്യുമ്പോൾ തന്നെ മിക്കവാറും എല്ലാം പോകും. അതായത് നല്ലതുള്ളവിടേക്ക് ഒരിക്കലും ചീത്തയ്ക്ക് നിൽക്കാൻ പറ്റില്ല. ഇവരുടെ ഉദ്ദേശം എന്താ, നമ്മളെ വിഷമിപ്പിക്കുക. അപ്പം ഞാൻ പറഞ്ഞില്ലേ മുമ്പത്തെ എപ്പിസോഡിൽ പറഞ്ഞ പോലെ തന്നെ ഈ പോസിറ്റീവായ ഗോഡ്സ് ആണെങ്കിലും ഏഞ്ചൽസ് ആണെങ്കിലും ഇവരെയൊക്കെ നമ്മൾ വിളിച്ച് വീട്ടിലിരുത്തി, ഇപ്പോൾ മഹാലക്ഷ്മി ആണെങ്കിൽ പോലും മഹാലക്ഷ്മിനെ വിളിച്ച് വീട്ടിലിരുത്താൻ വേണ്ടിയിട്ട് വീട്ടിൽ മഹാലക്ഷ്മി പൂജകൾ ചെയ്യുന്നത്, സത്യനാരായണ പൂജകൾ ചെയ്യുന്നത്, ഇതൊക്കെ ഇതിന് മഹാലക്ഷ്മി അങ്ങനെ ഓരോ വീടുകളിൽ ഇപ്പോൾ ഗണപതി ഹോമം ചെയ്യാം. നമ്മൾ വീടിപ്പോൾ ഹൗസ് വാമിങ് നടത്തുമ്പോൾ തന്നെ രാവിലെ ഗണപതി ഹോമം ചെയ്യുന്നു, വൈകുന്നേരം ആകുമ്പോൾ ഭഗവത് സേവ ചെയ്യുന്നു, പത്മട്ട് പൂജ ചെയ്യുന്നു, ഇങ്ങനെയുള്ള കാര്യം, ചിലപ്പോൾ വാസ്തുബലി ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് സ്ഥലം ശുദ്ധം. ഇപ്പം നമ്മുടെ ഇതിൽ ഹിന്ദു ആചാരപ്രകാരം അങ്ങനെ, ക്രിസ്ത്യൻസ് ആണെങ്കിൽ വെഞ്ചരിപ്പ് നടത്തും, ഓക്കെ, മുസ്ലിംസ് ആണെങ്കിൽ അവരുടെ ആചാരങ്ങൾ ചെയ്യും. ഇതൊക്കെ ചെയ്യുമ്പോൾ തന്നെ ഇവർ പൊക്കോളും, ഇവർക്ക് ഇവിടെ നിൽക്കാൻ പറ്റില്ല. അതായത് ഇപ്പം നമ്മൾ ഉദാഹരണം പറഞ്ഞാൽ കർക്കിടക മാസത്തിൻ്റെ തലേ ദിവസം, അതായത് മിഥുന മാസം അവസാന ദിവസം നമ്മൾ എന്ത് ചെയ്യും? കേരളത്തിൽ ഇപ്പോഴും ചെയ്തു വരുന്ന ആചാരമുണ്ട്. ഞങ്ങൾ പാലക്കാടൊക്കെ അതിനെ ശീബോധി സ്വീകരിക്കുക എന്ന് പറയും. അതായത് വീട്ടിലുള്ള എല്ലാ ചപ്പ് ചവറുകളും അടിച്ച് മാറാലേക്ക് അടിച്ച് വൃത്തിയാക്കി. ഇതിലൊക്കെയാണ് ഈ നെഗറ്റീവ് എനർജി നിൽക്കുന്നത്. മെയിൻ നോട്ട് ദ പോയിന്റ് അതുകൊണ്ടാണ്. ഈ നെഗറ്റീവ് വീട്ടിലെ പഴയ വസ്തുക്കൾ ഉണ്ടാവില്ല, ഇരുണ്ട സ്ഥലങ്ങൾ, പക്ഷെ അവിടെ ലൈറ്റ് ഉണ്ടാവും, ജനലുണ്ടാവും, എന്നിരുന്നാലും അവിടെ ഒരു ഡാർക്ക്നെസ് ഫീൽ ചെയ്യും. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ ഒന്ന് വൃത്തിയാക്കി വയ്ക്കുക. അതായത് ആവശ്യമില്ലാത്ത തുണികൾ മീൻസ് ഒരു 6 ഫിങ്ഷുയി പ്രകാരം പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 6 മാസത്തോളം നമ്മളൊരു വസ്തു കണ്ടിന്യൂ ആയിട്ട് ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ ആ വസ്തു പിന്നെ വീട്ടിൽ വെക്കാൻ കൊള്ളില്ല, അത് മാറ്റണം എന്നാണ് പറയുന്നത്. ഇപ്പൊ ചില ആൾക്കാർക്ക് ചെരുപ്പൊക്കെ ഇഷ്ടം പോലെ ഉണ്ടാവും. എന്തിനാണ് ഇത്രയൊക്കെ, ആവശ്യത്തിന് 1 2 ഒക്കെ പോരെ. അപ്പൊ ഈ ഇത്രയും ചെരുപ്പുകൾ ഉണ്ടാകുമ്പോൾ നമ്മൾ അത് ഉപയോഗിക്കാതെ ഒരു 6 മാസത്തോടെ വെക്കുക. അതിലും ഈ അൺവാണ്ടഡ് എനർജി കയറി നിൽക്കാനുള്ള സാധ്യതയുണ്ട്. ഇതേപോലെ മാറാല ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കയറും. അപ്പോൾ ഇതിനൊക്കെ നമ്മൾ എന്താ ചെയ്യാന്ന് പറഞ്ഞാൽ, ഒരു വലിയൊരു നല്ല ആയിരിക്കില്ല, പൊട്ടക്കലം എന്ന് നമ്മുടെ മൺചട്ടി ഉണ്ട്, അതിലാക്കിയിട്ട് ഇതിലൊരു വിളക്ക്, തിരി ഇട്ട വിളക്ക് വെച്ചിട്ട് അതിന് മന്ത്രമൊക്കെ ഉണ്ട്, അതൊക്കെ ചൊല്ലി, മെയിനായിട്ട് പറയുന്ന മൂശേട്ട പോയിട്ട് ഭഗവതി വാ എന്ന് പറഞ്ഞിട്ട് വിളിക്കുന്നൊരു മന്ത്രമാണ്. അത് ചെയ്ത് അതിനെ കൊണ്ട് എവിടെയെങ്കിലും കൊണ്ട് ഡംപ് ചെയ്ത് ചിലപ്പോൾ പുഴയിൽ ഒഴുക്കുക. ഇപ്പം പുഴയൊന്നുമില്ല, വേറെ എവിടെയാണ് അവിടെ കൊണ്ട് ഒഴുക്കി ഈ കൊണ്ടുപോകുന്ന വ്യക്തി അവർ കുളിച്ച് മുങ്ങി കുളിച്ചിട്ട് തിരിച്ച് വന്നിട്ട് പിന്നെ ഭഗവതീനെ അവിടെ കുടിയിരുത്തുകയാണ്.
ഭഗവതി ഇരിക്കുന്ന അവിടേക്ക് അല്ലെങ്കിൽ ദേവതാ ചൈതന്യമുള്ളിടത്ത് ഒരിക്കലും ഈ പറഞ്ഞ ആൾക്കാർ വരില്ല. ഇത് വർഷത്തിൽ ഒരിക്കൽ ചെയ്യും. ചിലപ്പോൾ ഞാനൊക്കെ പറഞ്ഞു കൊടുക്കുന്നത് ന്യൂ ഇയർ ആവുന്ന സമയത്ത്, നമ്മുടെ ഇംഗ്ലീഷ് ന്യൂ ഇയർ ആയാലും മലയാള മാസം ചിങ്ങമാസം ആയാലും ഒക്കെ. പിന്നെ നമ്മൾ ഞങ്ങളുടെ നാട്ടിലൊക്കെ ഈ ചിങ്ങമാസം വരുന്ന സമയമാകുമ്പോഴത്തേക്കും എല്ലാം അടിച്ചു വാരി വൃത്തിയാക്കുന്ന ഒരു സാഹചര്യങ്ങളുണ്ട്. പിന്നെ നവരാത്രി കാലം ആവുമ്പോൾ നമ്മൾ ഭഗവതിനെ കൊലുവ് വെക്കും, അതായത് പൂജ വെക്കുന്നതിന് മുന്നോടിയായിട്ട് എൻ്റെ വീട്ടിലൊക്കെ അങ്ങനെ ചെയ്യാറുണ്ട്. എൻ്റെ വീട്ടിലങ്ങനെ ഈ സംഭവങ്ങളൊക്കെ ചെയ്ത്, അപ്പോൾ അവിടേക്ക് ദേവി ചൈതന്യത്തിന് കൂടിയ മഹാലക്ഷ്മിനെ വരവേൽക്കാൻ വേണ്ടിയിട്ട്, മഹാലക്ഷ്മി ഒരിക്കലും മറ്റു സ്ഥലത്ത് ഇരിക്കില്ല, അപ്പോൾ ദേവി ഉള്ളിടത്തോളം കാലം ഈ പറഞ്ഞ ആൾക്കാർക്കൊന്നും വരാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ ഇങ്ങനെ രാഹുൽ പറഞ്ഞ പോലെ ഇങ്ങനെ ചെയ്താലും ഇത്രയൊക്കെ ഉള്ളൂ. പിന്നെ വലിയ വലിയ പ്രശ്നങ്ങൾ വരികയാണെങ്കിൽ മാത്രമേ വലിയ വലിയ കാര്യങ്ങളിലേക്ക് പോകണ്ടുള്ളൂ. അതിൻ്റെ ആവശ്യമില്ല. ചെറിയ ചെറിയ കാര്യങ്ങളിൽ തന്നെ നമ്മുടെ എല്ലാവരുടെയും പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കുറച്ച് ആൾക്കാരെങ്കിലും പറയേണ്ടത്, നമ്മൾ ചെറിയ ചെറിയ റെമഡീസ് എന്തെങ്കിലും പറഞ്ഞു കൊടുത്താൽ അവർ ഇത് ചെയ്താൽ മാറുമോ? അത് നമ്മുടെ ഉള്ളിൽ കിടന്ന ഒരു പ്രശ്നമാണ്. വലിയ കാര്യങ്ങൾ, കാരണം ഇവർ വരുന്നത് ഒരുപാട് പൈസയൊക്കെ ചിലവാക്കിയിട്ട് ലക്ഷങ്ങളൊക്കെ ചിലപ്പോൾ പൊടിഞ്ഞിട്ടുണ്ടാവാം. വലിയ വലിയ ഹോമങ്ങളൊക്കെ ചെയ്തിട്ട് അവർക്ക് ഇതിലുള്ള വിശ്വാസവും പോയി, എല്ലാം പോയിട്ട് ഞാൻ ചെറിയ എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞിട്ട് ഇത് ചെയ്താൽ, ഞാൻ പറയും ചിലപ്പോൾ നാരായണീയത്തിൽ ഏതെങ്കിലും ഒരു ശ്ലോകം എടുത്ത് നിങ്ങൾ നിരന്തരം വായിക്കൂ, അത് കഴിഞ്ഞ് ഇത്ര 41 ദിവസത്തോളം ഒന്ന് വായിക്കൂ, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് പോകും പറഞ്ഞാൽ അവർക്ക് വിശ്വാസം വരില്ല. പിന്നെ ഒന്നാമത് കുറച്ച് മടിയുള്ള ആൾക്കാരുണ്ട്, ഇതൊന്നും സ്വയം മെനക്കെടാൻ പറ്റാതെ ക്യാപ്സ്യൂളായിട്ട് കഴിക്കണം എന്ന്, പെട്ടെന്ന് ക്വിക്ക് റിസൾട്ട് കിട്ടണം എന്ന് പറയുന്ന ആൾക്കാർക്കാണ് ഈ വലിയ വലിയ ഹോമം എന്നൊക്കെ പറഞ്ഞാലേ അവർക്കൊരു മനസ്സിനൊരു സമാധാനം വരുള്ളൂ. പിന്നെ മെയിനായിട്ട് പറയാനുള്ള കാരണം നമ്മുടെ കുലദേവത അത് ഞാൻ എപ്പോഴും പറയുന്ന കാര്യമാണ്. കുലദേവതേനെ നമ്മൾ ചിലപ്പോൾ അവർക്ക് അറിയില്ലായിരിക്കും കുലദേവത ആരാന്ന് പോലും. പലരും പറയാറുണ്ട് ഞങ്ങൾക്ക് അറിയില്ല കുലദേവത ആരാന്ന്. കാരണം പണ്ടുള്ള ആൾക്കാരൊക്കെ മരിച്ച് മുത്തശ്ശിമാരൊക്കെ, അപ്പോൾ അവരുടെ പേരക്കുട്ടികളായിരിക്കും ഇപ്പം നമ്മുടെ അടുത്തേക്ക് ഇതിന് വരുന്നത്. അപ്പോൾ അവർ ചിലപ്പോൾ എബ്രോഡായിരിക്കും, അവർക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവില്ല ഇത് ആരാ കുലദേവത എന്ന്. അപ്പോൾ കുലദേവത അറിയാനായിട്ട് മെയിനായിട്ട് ചെയ്യേണ്ടത്, അറിയാത്ത ആൾക്കാരാണെങ്കിൽ എനിക്ക് അവരോട് പറയാനുള്ളത് മൂകാംബികയിൽ പോയിട്ട് പ്രാർത്ഥിക്കുക. മൂകാംബിക അമ്മയിലെ എല്ലാ ദേവി ചൈതന്യത്തിൻ്റെ ഏറ്റവും ഒറിജിൻ എന്ന് പറയാവുന്ന കാര്യമാണ് മൂകാംബിക ദേവി. അവർക്ക് ഉദാഹരണം പറഞ്ഞുതരാം, യേശുദാസ്, ഇളയരാജ സാറ്, രജനി, ഇവർക്കൊക്കെ മൂകാംബിക ദർശനം നടത്തിയതിന് ശേഷം അവരുടെ ലൈഫിലൊക്കെ ഉണ്ടായ മാറ്റങ്ങൾ, കാരണം അവരുടെ ദൈവമായിട്ട് കുലദേവതയായിട്ട് കണക്റ്റഡായി. മൂകാംബിക ദേവി അവരുടെ കുലദേവത എന്നല്ല ഞാൻ പറഞ്ഞത്, ഇവരുടെ കുലദേവതയായിട്ട് കണക്റ്റഡായി. അവരത്രയും സറണ്ടർ ചെയ്ത് അവിടെ പ്രാർത്ഥിച്ചത് കൊണ്ട് ദേവി അനുഗ്രഹം കൊടുത്തതിന് ശേഷമാണ് ഇവർക്കൊക്കെ, എനിക്കും പോലും എനിക്ക് കഴിഞ്ഞ വർഷം എനിക്ക് മൂകാംബിക പോകാൻ സാധിച്ചത്. അതായത് അവിടെ ഒരു പ്രത്യേകത ഉണ്ടല്ലോ, ഭഗവതി നമ്മളെ വിളിച്ചാലേ നമുക്ക് അവിടെ എത്താൻ പറ്റുള്ളൂ എന്നൊരു കോൺസെപ്റ്റാണ്. ഞാൻ കുറേ കാലം മുമ്പ് ഞാൻ ആഗ്രഹിക്കുകയാണ് എനിക്ക് പോകണം. പക്ഷെ പല സാഹചര്യം, എൻ്റെ വീട്ടിൽ നിന്ന് മറ്റുള്ളവർ പോയിട്ട് പോലും എനിക്ക് ചിലപ്പോൾ പോകാൻ പറ്റാത്ത സാഹചര്യമായിരിക്കും. നമുക്ക് നല്ല വിഷമമായിരിക്കും, ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ടാവും, പക്ഷെ നമുക്ക് അവിടെ എത്താൻ പറ്റാത്ത സാഹചര്യം. അപ്പോൾ എൻ്റെ കർമ്മ കുറച്ചധികം ഉണ്ടായിരുന്നിരിക്കും ആ ഒരു സമയത്ത്. അത് കഴിഞ്ഞതിന് ശേഷമാണ് കഴിഞ്ഞ വർഷമാണ് എനിക്ക് മൂകാംബികയ്ക്ക്, അതായത് കഴിഞ്ഞ മെയിലാണ് എനിക്ക് പോകാൻ സാധിച്ചത്. അവിടെ പോയി തൊഴുതിന് ശേഷം എനിക്കുണ്ടായ എക്സ്പീരിയൻസ് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്രയും സന്തോഷം എനിക്കുണ്ടായ. അബണ്ടൻസ് ആണെങ്കിലും മറ്റ് കാര്യങ്ങളാണെങ്കിലും ആരോഗ്യപരമായിട്ട് എനിക്ക് ചെറുതായിട്ടുണ്ടായിരുന്ന കാര്യങ്ങളൊക്കെ ഹീലായതും എനിക്ക് ഒരുപാട് ഹാപ്പിനെസ് കിട്ടിയതൊക്കെ അവിടെ പോയി തൊഴുത് വന്നതിന് ശേഷമാണ്. അപ്പോൾ ഇത് നമ്മുടെ കുലദേവതയായിട്ട് നമ്മൾ കണക്റ്റ് ആയാൽ തന്നെ നമ്മുടെ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്ന പല പ്രശ്നങ്ങളും നമുക്ക് ഹീലാവാനുള്ള എല്ലാ സാധ്യതകളും